സാറേ, ഈ മുട്ട് മാറ്റി വെക്കാനുള്ള സന്ദർഭങ്ങൾ അതെന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ മുട്ട് മാറ്റി വെക്കാനുള്ളതിൻ്റെ? പ്രായമായ ആൾക്കാരിലാണ് നമ്മൾ സാധാരണ മുട്ട് മാറ്റി വെക്കുന്നത്. പ്രായമായ ആൾക്കാരിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തേയ്മാനം വരും. തേയ്മാനം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിനകത്തുള്ള കാർട്ടിലേജ് പ്രായമാകുമ്പം അത് തേഞ്ഞ് തീർന്ന് നമ്മുടെ മുട്ടിന് വേദനയും നടക്കാൻ ബുദ്ധിമുട്ടും വരും. അപ്പം അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ബാക്കിയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമവാദം എന്ന് പറയും. അതുകൊണ്ടും ഈ പറഞ്ഞ പോലെ പല ജോയിൻറ്റുകൾക്ക് തേയ്മാനം വരികയും നമുക്ക് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വന്നേക്കാം. പിന്നെയുള്ളത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മുട്ടിന് സംഭവിക്കുന്നതിലും ട്രോമ, അതായത് എന്തെങ്കിലും ജോയിൻറ്റിനകത്ത് ഒടിവോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാലും നമുക്ക് മുട്ട് മാറ്റി വെക്കൽ വേണ്ടി വരും. പിന്നെ വളരെ അപൂർവമായിട്ട് മുട്ടിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി അത് ദ്രവിച്ചു പോവുകയും ഭാവിയിൽ പറഞ്ഞ പോലെ മുട്ട് മാറ്റിവെക്കൽ വേണ്ടി വരികയും ചെയ്യും. അപ്പം നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ മുട്ട് മാറ്റി വെക്കേണ്ടത്, നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റുന്നത്? അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യുന്ന കുറച്ച് പരിശോധനകളുണ്ട്. അപ്പം നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ തേയ്മാനം വന്നിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ എക്സ്റേ ആണ് ആദ്യം ചെയ്യുന്നത്. എക്സ്റേ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് രക്തപരിശോധനകൾ ചെയ്യുക, മുട്ടയുടെ ആർത്തരീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതുകൂടാതെ എന്തെങ്കിലും ഇൻഫെക്ഷനോ വല്ലതും മുട്ടിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശോധനകൾ കൂടെ നമ്മൾ ചെയ്യും. ഈ പരിശോധനകളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ പതുക്കെ മുട്ട് മാറ്റി വെക്കലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും.